ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 4 മണിക്ക് എന്ത് ചെയ്യാന്ന് ഇങ്ങനെ ചിന്തിച്ചു. 4 മണിക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴ് ഒരു ചിക്കൻ കട്ട്ലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ എപ്പോഴും ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീടുകളിൽ ഉള്ളതായിരിക്കും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇന്ന് ഒരു ചിക്കൻ കട്ട്ലേറ്റ് ചെയ്യാം. ായിട്ട് ഞാനൊരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബോൺലെസ് പീസാണ് എടുത്തേക്കുന്നത്. എല്ലുള്ള പീസ് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് അതിനാവശ്യമായ ഉപ്പ്, നമുക്ക് എത്ര ഉപ്പ് വേണം അത്ര ഉപ്പ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ്, അതിന് കുറച്ച് ഉപ്പ് ഇത് ചേർത്ത് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിക്കണം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ കണ്ടോ നന്നായിട്ട് വെന്ത ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വെന്തു അങ്ങനെ ഇരിക്കുന്ന ചിക്കൻ. ആ ചിക്കനെ ജസ്റ്റ് അതിനെ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് മിക്സിയുടെ ജാറിലോട്ട്, ആ ചെറിയ ജാറിലോട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയാണ് എടുക്കും. ഒത്തിരി സമയം എടുത്തില്ല, ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയാണ് എടുക്കും. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ഒരു 200 ഗ്രാം ചിക്കൻ ആകുമ്പോൾ 200 ഗ്രാം ഉരുളക്കിഴങ്ങ് വേണം. ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്, കണ്ടല്ലോ. ഒത്തിരി വലിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ വേഗം താമസമാകും. അതുകൊണ്ട് ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തു. അത് കുക്കറിലോ ഒരു 2 വിസിലാണെങ്കിൽ പെട്ടെന്ന് വേകും. അതിനെ ഞാനങ്ങനെ കുക്കറിലോട്ട് വെക്കുന്നു. അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്തു ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചേക്കാണ്. അതിനെങ്ങനെ നമ്മൾ നന്നായിട്ട് പൊടിക്കണം. ഈ ഉരുളക്കിഴങ്ങിനെ മുഴുവനും നമ്മൾ പൊടിക്കണം, നന്നായിട്ട് പൊടിക്കണം. ഓക്കെ, അങ്ങനെ നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുകയാണ്. അങ്ങനെ ചിക്കൻ കണ്ടോ ഇങ്ങനെ നൈസായിട്ട് പൊടിച്ചു. ഒത്തിരി പൊടിയരുത്, ഇടയ്ക്ക് ചെറിയ പീസും ഒക്കെ കിടക്കണം. കണ്ടോ ഇങ്ങനെ ചെറിയ പീസും ഒക്കെ കിടക്കണം. അങ്ങനെ ചിക്കൻ ഞാനങ്ങനെ പൊടിച്ചെടുത്തു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അതും ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് പൊടിച്ചെടുത്തു. ഓക്കെ, ഇനി ഇതിൽ പാൻ വെക്കുന്നു. പാൻ ചൂടാകുമ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് ഉപയോഗിക്കാം. ഒഴിച്ചു, നന്നായിട്ട് എണ്ണ ചൂടായി. അപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട നല്ല ഒത്തിരി ചെറുതാക്കിയില്ല, ഒരു ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ആ ഉള്ളി ഇതിനകത്തോട്ട് ഇടുക, ഞാൻ നമ്മുടെ പാനിലോട്ട്. ഓക്കെ, ഇനി ഇത് കുറച്ചൊന്ന് വഴരട്ടെ. കുറച്ച് നേരം കിടക്കണം ഇതൊന്ന് വഴരാൻ. ഒരു 3-4 സവോള ഞാൻ ഇതിനെടുത്തിട്ടുണ്ട്. സവാള ഒരുമാതിരി വഴന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ട് ഇടുവാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇനിയും കുറച്ച് നേരം ഒന്ന് വഴരാനായിട്ട് വിടാം. ഓക്കെ, ഇത് ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ. വീട്ടിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാനൊക്കെ വളരെ ഈസിയാണ്. ഇച്ചിരി സവാളയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും. പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ട് വഴറ്റി ഇതെല്ലാം വഴന്നു. അതിനകത്തോട്ട് നമ്മൾ ആ പൊടിച്ചു വെച്ച ചിക്കൻ അതിലോട്ട് ഇടുന്നു. ഓക്കെ, അതിലോട്ട് ആ ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചത് ഇടുന്നു. ഓക്കെ, ഇതെല്ലാം നല്ല മിക്സായി, എല്ലാം നല്ല വഴന്ന് ഉരുളക്കിഴങ്ങും ആ ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സായി. ഞാൻ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പൂടെ അതിലോട്ട് ഇടുന്നു. ഓക്കെ, എല്ലാം റെഡിയായി. ഇങ്ങനെ ആറി ഞാനിപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുവാണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാണ് ഇതിനെ നമ്മൾ ഓവൽ ഷേപ്പിലാക്കി ഫ്രൈ ചെയ്യുന്നത്. എല്ലാം ഉരുട്ടി ഇങ്ങനെ ഓവൽ ഷേപ്പിലാക്കി എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കി. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ
പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആകണം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഞാൻ ഉരുട്ടി വെച്ച ഇതിനെ ഈ മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് ഈ എണ്ണയിലോട്ടിടുന്നു. ഓക്കെ, അതിനെ ഞാൻ തിരിച്ചിട്ടു. നല്ല മെറൂൺ കളറാകുമ്പോൾ അതിനെ തിരിച്ചിട്ടു. നല്ല മെറൂൺ കളറായി. അതിനെ തിരിച്ചിട്ടു. അത് ഏകദേശം നല്ല മൂത്ത് വരുവാണ്. കണ്ടോ? ഇത്രയും മൂത്താൽ മതി. ഇനി ഇതിൽ കൂടുതൽ മൂത്തല്ല, കരിഞ്ഞു പോകും. ഇത്ര ഈ മെറൂൺ കളറായാൽ മതി. ഇത് കറക്റ്റ്. അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇനി കുറച്ചുകൂടെ. ഓക്കെ, അത് മൂത്ത് നന്നായിട്ടുണ്ട്. ഞാൻ ഇതിനെ എടുക്കുന്നു. നന്നായിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് എല്ലാം ഞാൻ എടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് റെഡി. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ ടീ ടൈമിനും ഒക്കെ ഇത് നന്നായിരിക്കും. വളരെ സിമ്പിളും വളരെ ഈസിയുമാണ്. ഇത് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ.